ലോകക്രമത്തെ മുൾമുനയിൽ നിർത്തുന്ന വെല്ലുവിളികളും പ്രത്യാക്രമണ ഭീഷണികളും പശ്ചിമേഷ്യയെ ഒരു മഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര നിലപാടുകളിലെ പെട്ടെന്നുള്ള മാറ്റവും അതിനോടുള്ള ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതികരണവും ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോർവിളി എന്നതിനേക്കാൾ ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവരക്തമായ എണ്ണ വ്യാപാരത്തെയും ഓഹരി വിപണികളെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന ഭീതിതമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഹോർമൂസ് കടലിടുക്കിലെ തർക്കം മുതൽ ആഗോള വിപണിയിലെ തകർച്ച വരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നാം ജീവിക്കുന്ന ഈ ആധുനിക കാലഘട്ടം എത്രത്തോളം പരസ്പര ബന്ധിതമാണെന്നും ഒരിടത്തുണ്ടാകുന്ന തീപ്പൊരി ലോകമെമ്പാടും പടരാൻ എത്ര കുറഞ്ഞ സമയം മതിയെന്നും വ്യക്തമാകും. നയതന്ത്ര ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാടുകളിൽ നാടകീയമായ മാറ്റം വരുത്തിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹോർമൂസ് കടലിടുക്കിലൂടെ പ്രതിസന്ധി അമേരിക്ക നേരിട്ട് ഇടപെടില്ലെന്നും ആ പാത ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ തന്നെ പ്രശ്നപരിഹാരം കാണണമെന്നും അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു. എന്നാൽ 48 മണിക്കൂറുകൾക്കുള്ളിൽ ഈ മൃദു സമീപനം വെടിഞ്ഞ് ഇറാനെതിരെ കടുത്ത സൈനിക ഭീഷണി മുഴക്കുന്ന ട്രംപിനെയാണ് ലോകം കണ്ടത്. ഇറാന്റെ ഊർജ്ജ പ്ലാന്റുകളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് മേഖലയിലെ സമാധാന ചർച്ചകളെ പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുന്നു. ട്രംപിന്റെ ഈ ട്വിസ്റ്റ് അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലോ അതോ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിലോ ഉണ്ടായതാണെന്ന ചർച്ചകൾ സജീവമാണ്. ഏതായാലും ലോകത്തെ ഏറ്റവും കരുത്തുറ്റ സൈനിക ശക്തിയുടെ തലവൻ തന്റെ നിലപാടുകളിൽ വരുത്തുന്ന ഈ ചാഞ്ചാട്ടം ആഗോള നിക്ഷേപകർക്കിടയിൽ വലിയ അനിശ്ചിതത്വമാണ് പടർത്തുന്നത്. അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഇറാൻ തയ്യാറല്ലെന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയ യാഥാർത്ഥ്യമല്ല. ട്രംപിന്റെ ഭീഷണിക്ക് കൃത്യമായ മറുപടിയുമായി ഇറാൻ രംഗത്തെത്തിക്കഴിഞ്ഞു. തങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ എല്ലാ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെയും തകർക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇതിൽ അമേരിക്കൻ സേനയ്ക്ക് ആവശ്യമായ ഊർജ്ജം, കുടിവെള്ളം, ശുദ്ധീകരണ പ്ലാന്റുകൾ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഈ പ്രത്യാക്രമണ ഭീഷണി യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളതാണ്. ഇറാൻ ഒരു സാധാരണ സൈനിക ശക്തിയല്ലെന്നും അവർക്ക് പ്രാദേശികമായി വലിയ സ്വാധീനമുണ്ടെന്നും തിരിച്ചറിയുന്ന ലോകരാജ്യങ്ങൾ ഈ പോർവിളിയെ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. യുദ്ധഭീതിയുടെ ഏറ്റവും വലിയ ഇര എപ്പോഴും ആഗോള എണ്ണ വിപണിയാണ്. ഹോർമൂസ് കടലിടുക്ക് എന്നത് ലോകത്തെ എണ്ണക്കടത്തിന്റെ സിരയാണ്. ഈ പാതയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് എണ്ണവില കുതിച്ചുയരാൻ കാരണമാകുന്നു. WTI ക്രൂഡ് വിലയും ബ്രന്റ് ക്രൂഡ് വിലയും വലിയ തോതിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എണ്ണവില ബാരലിന് $100 കടന്ന് കുതിക്കുമെന്ന സൂചനകൾ രാജ്യങ്ങളുടെ സാമ്പത്തിക ആസൂത്രണങ്ങളെ താളം തെറ്റിക്കുന്നു. വികസ്വര രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എണ്ണവിലയിലുണ്ടാകുന്ന നേരിയ വർധനവ് പോലും പണപ്പെരുപ്പത്തിലേക്കും സാധാരണക്കാരന്റെ നിത്യജീവിതം ദുസ്സഹമാക്കുന്ന വിലക്കയറ്റത്തിലേക്കും നയിക്കും. എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ തമ്മിലുള്ള ഈ വടംവലി ഊർജ്ജ സുരക്ഷയെക്കുറിച്ചുള്ള ആഗോള ആശങ്കകൾ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. ഓഹരി വിപണികളിൽ ഈ സംഘർഷം ഏൽപ്പിക്കുന്ന ആഘാതം അവിശ്വസനീയമാണ്. ഏഷ്യൻ വിപണികൾ മുതൽ അമേരിക്കൻ വിപണികൾ വരെ ചുവപ്പണിഞ്ഞു കഴിഞ്ഞു. ജപ്പാനിലെ നിക്കൈ സൂചികയും ദക്ഷിണ കൊറിയയിലെ കോസ്പിയും നേരിട്ട വൻ തകർച്ച ആഗോള നിക്ഷേപകരുടെ ഭീതിയുടെ ആഴം വ്യക്തമാക്കുന്നു. നിക്ഷേപകർ സുരക്ഷിത താവളങ്ങൾ തേടി ഓഹരി വിപണിയിൽ നിന്ന് പിന്മാറുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്കിനെ ബാധിക്കും. സ്വർണ്ണവിലയിലുണ്ടാകുന്ന മാറ്റങ്ങളും ഡോളറിന്റെ കരുത്തും മറ്റ് കറൻസികളുടെ മൂല്യത്തകർച്ചകളും ചേർന്ന് ഒരു സാമ്പത്തിക മാന്ദ്യത്തിന്റെ ലക്ഷണങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. വിപണികൾ എപ്പോഴും സ്ഥിരതയെ ആഗ്രഹിക്കുന്നവയാണ്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അസ്ഥിരതയുടെ പരകോടിയിലാണ് നിൽക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം ഇരട്ടി പ്രഹരമാണ് നൽകുന്നത്. ആഭ്യന്തര ഓഹരി വിപണികളായ സെൻസെക്സും നിഫ്റ്റിയും വലിയ ഇടിവ് നേരിടുകയാണ്. ഇതിലുപരി വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് വൻതോതിൽ പണം പിൻവലിക്കുന്നത് രൂപയുടെ മൂല്യത്തെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 93 കടന്നത് ഇറക്കുമതി ചെലവ് വർദ്ധിക്കുകയും അതുവഴി രാജ്യത്തെ കറണ്ട് അക്കൗണ്ട് കമ്മി ഉയർത്തുകയും ചെയ്യും. എണ്ണവില വർധനവ് ഇന്ത്യയിലെ ഗതാഗത ചെലവ് കൂട്ടുകയും അതുവഴി എല്ലാ അവശ്യ സാധനങ്ങളുടെയും വില ഉയരാൻ കാരണമാവുകയും ചെയ്യും. മാർച്ചിലെ കണക്കുകൾ പ്രകാരം 90,000 കോടിയോളം രൂപയാണ് വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പിൻവലിച്ചത്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ലോകം ഉറ്റുനോക്കുന്നത് നയതന്ത്രപരമായ ഇടപെടലുകൾക്കാണ്. യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ലെന്ന പാഠം ചരിത്രം പലവട്ടം പഠിപ്പിച്ചതാണെങ്കിലും അധികാരത്തിന്റെ ഉന്നതിയിലിരിക്കുന്നവർ പലപ്പോഴും അത് വിസ്മരിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം കേവലം സൈനികമല്ല, മറിച്ച് അത് ആഗോള ആധിപത്യത്തിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ ഈ പോരാട്ടത്തിൽ തകരുന്നത് ലോകമെമ്പാടുമുള്ള സാധാരണക്കാരുടെ സാമ്പത്തിക സുരക്ഷിതത്വമാണ്.
അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് ഈ സംഘർഷം ലഘൂകരിച്ചില്ലെങ്കിൽ അത് ലോകത്തെ ദശകങ്ങൾ പിന്നോട്ട് നയിക്കുന്ന ഒരു വലിയ സാമ്പത്തിക തകർച്ചയ്ക്ക് വഴിയൊരുക്കും. സമാധാനത്തിനായുള്ള മുറവിളികൾ പശ്ചിമേഷ്യയിലെ വെടിവെച്ചകൾക്കിടയിൽ മുങ്ങിപ്പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വിപണികൾ ഇനിയും താഴേക്ക് പതിക്കാതിരിക്കണമെങ്കിൽ തോക്കുകൾ താഴെ വയ്ക്കുകയും ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഭാവിയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഊർജ്ജകാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന സാമ്പത്തിക ക്രമത്തിൽ നിന്ന് ലോകം മാറുകയും ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ ഈ അവസരത്തിൽ തങ്ങളുടെ വിദേശ നാണ്യ ശേഖരം കാത്തുസൂക്ഷിക്കാനും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുമുള്ള നടപടികൾ വേഗത്തിലാക്കണം. യുദ്ധത്തിന്റെ നിഴലിൽ നിന്ന് വിപണികൾ എപ്പോൾ മുക്തമാകുമെന്ന് പ്രവചിക്കുക അസാധ്യമാണെങ്കിലും കരുതലോടെയുള്ള നിക്ഷേപവും ദീർഘവീക്ഷണത്തോടെയുള്ള സാമ്പത്തിക നയങ്ങളും മാത്രമാണ് നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ നമ്മെ സഹായിക്കുക. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാനം പുലരുന്നതിനായി ലോകം കാത്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.